ഹലോ. ഹലോ അനു. ഇപ്പം പേര് വിളിക്കാൻ തോന്നിയല്ലോ. ഞാൻ ഓർമ്മിച്ച് കിടക്കുന്നതിന് അനുവിന്റെ ഫോണ് വരുവോ നോക്കിയിട്ട്. അതെയോ? ഉം. അനീഷിനും തിരക്കായോ? അല്ല, തിരക്കായിട്ടല്ല. ഞാൻ ഉം. ചേച്ചീന്ന് വിളിച്ചോന്നുള്ള ഇങ്ങനെ പേടി ഇങ്ങനെ മനസ്സിലുള്ളോണ്ട്. വെപ്രാളം. ഇന്നലെ വിളിച്ചേരും പറഞ്ഞു, ഇന്ന് രാവിലെയും പറഞ്ഞില്ലേ വേറെന്നെ വിളിക്കണോന്ന്. പേര് അതുകൊണ്ടായിരുന്നു. വിളിക്കുന്നത് കേട്ടൊരു സന്തോഷായി. എന്നാലും എനക്ക് എന്തോ പോലെ ഉണ്ട് കേട്ടോ. ഇന്ന് രാവിലെ ഞാന് ഗിയർ ഇടുമ്പോൾ ലേശം തെറ്റിപ്പോയിട്ട് ഞാൻ ചേച്ചീന്ന് വിളിച്ചേരം എന്നെ കൈക്ക് കെട്ടിയിട്ട് പേര് വിളിക്കാന്ന് പറഞ്ഞോണ്ട്. അതുകൊണ്ട് മാത്രം വിളിച്ചതാ? അല്ല, അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഓർമ്മിച്ച് നിന്നെ. ഞാൻ 2 ദിവസം കൊണ്ട് ചെറിയ തെറ്റലുണ്ട്, എന്നാലും ചെറിയ ഏലായി വന്നിട്ടില്ലേ? അനീഷ് ഇപ്പൊ ഏലായി വരുന്നുണ്ട്. തെറ്റെല്ലാം ഞാൻ പഠിപ്പിച്ചിരുന്നു കേട്ടാ. അങ്ങനെ അറിയാണ്ടൊന്നുമില്ലല്ലോ അനീഷിനിപ്പം. പഠിച്ചു വരുന്നുണ്ട്. അന്ന് കുറച്ച് ദിവസം ലീവ് ആയതുകൊണ്ടുള്ള പേടി. ഇന്ന് രാവിലെ വരെ പേടിയുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് വന്നേരം പിന്നെ ഓടിച്ചതിനെ പറ്റി അത് ആലോചിക്കുമ്പോ പിന്നെയും ടെൻഷൻ തന്നെ. അനീഷിന്റെ പേടിയെല്ലാം ഞാൻ മാറ്റിത്തരാം. അനീഷിനോട് ഇടക്ക് ഹോൺ അടിക്കണം എന്നിട്ട് അനീഷ് ഇതുവരെ ഹോൺ അടിക്കുന്ന കണ്ടിട്ടില്ലല്ലോ. ഹോൺ അടിക്കേണ്ട ആവശ്യം വന്നിട്ടില്ലല്ലോ. എന്നാലും ഞാൻ പറഞ്ഞിട്ടില്ല ഇടക്ക് ഹോൺ അടിക്കണമെന്ന്. അത് ആരെയും റോട്ടുമ്പൊന്നും കാണാത്തോണ്ടാണ്. റോട്ടുമ്പലത്തിനാളെ കാണുന്നു ഹോൺ അടിക്കേ? ആളില്ലാതപ്പോണ് ഹോൺ അടിക്കേണ്ടത്. ആളില്ലാതെ അനീഷിന് എന്തോ ഒരു പേടിയുണ്ടല്ലേ എന്നെ വെച്ച് ഡ്രൈവ് ചെയ്യാൻ? അങ്ങനെ പേടിയൊന്നുമില്ല. ഞാൻ പറഞ്ഞില്ല, എന്തോ ഒരു ചമ്മൽ എനിക്ക് ഇതുവരെ ഒന്നും പോയില്ല. എന്തിനാ ചമ്മല്? അതെനിക്കറിയില്ല. പിന്നെ അനീഷിന് ഇനി ഒറ്റക്ക് ഞാൻ ഓടിക്കാൻ തന്നാൽ ഓടിക്കോ? ഒറ്റക്ക് ഇനി മാത്രം ഞാൻ ഏലായില്ലല്ലോ. ഓടിച്ചു പഠിക്കണോ? ഒറ്റക്ക് തന്നാല് അനുവിന് എങ്ങനെ തോന്നുന്നു? എന്നെ കൊണ്ട് പറ്റുവോ? അനീഷിനെ കൊണ്ട് എല്ലാം പറ്റും. അനീഷിന്റെ പേടി ആദ്യം മാറ്റണം. ഈ വെപ്രാളവും ഇതെല്ലാം മാറ്റി വെക്കുക, അപ്പൊ എല്ലാം പറ്റും. ഞാൻ ഒറ്റക്ക് തന്നാല് ഡ്രൈവിങ്ങിന്റെ കാര്യം മാത്രമല്ല എല്ലാം പറ്റും. അത് വേറെ എന്നാ അനീഷനെ ആലോചിച്ചു നോക്ക്. അനീഷിനെ ഞാൻ കൈ തൊടുമ്പോ ഇങ്ങനെ ഒരു വെപ്രാളം പോലെ ഇല്ലേ? പേടിയോ? അനീഷല്ലേ പറഞ്ഞേ അനക്ക് അങ്ങനെ ഇത് എന്തോ നാണായിട്ടാണ്, എന്തോ ഒരു ഇതുപോലെ ആയിട്ടാണ് എന്നെല്ലാം പറഞ്ഞല്ലോ എന്നോട്. അതൊന്നും ഇല്ലാണ്ട് ഇനി പേടിയില്ലാണ്ട് ഡ്രൈവ് ചെയ്യണമെന്നാ ഞാൻ പറഞ്ഞേ. അത് നല്ലോണം പഠിച്ചാലല്ലേ ഒറ്റക്ക് ചെയ്യാൻ പറ്റൂ. ഇപ്പൊ നല്ലോണം പഠിച്ചു വരുന്നില്ലേ അനീഷേ? ഒറ്റക്ക് തന്നു നോക്കിയാ ഞാൻ ശ്രമിക്കാം ഓടിക്കാൻ പറ്റുമോ. ഞാനത് ഒരു ദിവസം ഒറ്റക്ക് തരാം. അനീഷൊന്ന് ഓടിച്ചു നോക്ക് കേട്ടാ. എന്തെങ്കിലും പറ്റിയാലോ? എന്നിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്ക്. നല്ല സുഖമുണ്ടോ ഇത് എന്ന് പറയണ്ടേ എല്ലാം നോക്കുക. സുഖമുണ്ടോ? അല്ല, ഓടിക്കാൻ നല്ല സുഖമുണ്ടോ?
എല്ലാം പഠിച്ചോ എന്ന് എല്ലാം അറിയണ്ടേ. ഉം. ഉം. അതിന് വന്നേരം ഒപ്പം ഉണ്ടാവൂലേ? ഞാനൊന്നിച്ചുണ്ടാവും. ഉം. ഞാനൊന്നിച്ച് ഇരുന്നിട്ട് ഇങ്ങനെ എല്ലാം കാണിച്ചു തരും. ഉം. അപ്പൊ അനീഷിന്റെ ആ വെപ്രാളോ ആദ്യം മാറ്റി വെക്കണം കേട്ടോ. ഈ ഞാൻ ഇങ്ങനെ ഒരു കൈക്ക് തൊട്ടാലുള്ള പേടിയും അതിലൊന്ന് മാറ്റി വെക്കുക. അത് ഞാൻ നാളെ തൊട്ട് എന്തായാലും ഞാൻ അങ്ങനെ ശ്രമിക്കും. ഇത് എത്ര പ്രാവശ്യമായി പറയും അനീഷിനോട്. ഉം. എന്തിനിങ്ങനെ പേടിക്കേണ്ട ആവശ്യം? ഇല്ല, എന്നാലും ഞാൻ മാറ്റി മാറ്റി കൊണ്ടുവരുന്നുണ്ട്. അതിന് മാറ്റി മാറ്റി കൊണ്ടുവരാൻ വേണ്ടി ഞാൻ നോക്കും. ഉം. ഉം. എനിക്ക് ഈ പെൺകുട്ടികളെ പഠിപ്പിക്കുന്നതിനേക്കാളും ഇഷ്ടം അനീഷിനെ പഠിപ്പിക്കാനാ. ആ, അതാ ഒരു സന്തോഷം. അതെന്താ? അതങ്ങനെയാ. ഉം. അനീഷിനെങ്ങനെയാണ്? എനക്കും ഇഷ്ടാണ്. ആണുങ്ങൾ പഠിപ്പിക്കുകയാണെങ്കിൽ ഞാൻ പഠിപ്പിക്കുന്നതിൽ വലിയ ഇതൊന്നും ഇല്ലല്ലോ. ഇല്ല, ഒന്നും തോന്നുന്നില്ലല്ലോ. ഇല്ല, ഇല്ല. എന്നാല് എന്നാണ് അനീഷിനോട് പറയണ്ടേന്ന് തന്നെ മനസ്സിലാകുന്നില്ല. അതെന്താ? അല്ല, അതെന്താ പെൺകുട്ടികളെ പഠിപ്പിക്കുന്നതിനെക്കാണിയോ അന്നെ പഠിപ്പിക്കാനാന്ന് ഇഷ്ടമെന്ന് പറയാ? അനീഷിനെ പഠിപ്പിക്കുമ്പോഴാണ് എനിക്കൊരു സന്തോഷവും എല്ലാം വരുന്നത്. അത് എന്താ പറയണ്ടേ, ഞാനിതുവരെ ഇങ്ങനെ ഒറ്റയ്ക്ക് ആൺകുട്ടികളെ പഠിപ്പിച്ചിട്ടില്ല. അനീഷിനെ ആദ്യമായിട്ട് പഠിപ്പിക്കുന്നു. അത് ശരിയല്ല. എന്നിട്ട് ഞാനിന്ന് ഗിയറുമ്പോ ലേശം ഇത് സെക്കൻഡ് ഇടുമ്പോ നേരെ ഇതില് അപ്പുറത്തേക്ക് മാറിപ്പോയില്ലേ ലേശം? എന്നിട്ട് ദേഷ്യം പിടിച്ചല്ലോ. ഞാൻ ദേഷ്യപ്പെട്ടിന് അനീഷോട്? അങ്ങനെയല്ല, ഇങ്ങനെയാക്ക്. ഞാൻ എന്റെ ആകെ പേടിച്ച്. അത് പിന്നെ അനീഷിന്റെ എന്താ പറയണ്ടേ, ശ്രദ്ധിച്ചിട്ട് ചെയ്യോ. ഞാൻ വിചാരിച്ച് എന്റെ കൈക്ക് പിടിച്ചിട്ട് ഞാൻ ദേഷ്യം കാണിച്ചേനാന്ന് തോന്നുന്നു. ദേഷ്യപ്പെട്ടേന്ന്. ഞാനല്ലേ കൈക്ക് പിടിച്ചത് അനീഷിന്റെ. അതെന്നേരം എനക്ക് എന്തോ ഇതുപോലെ ആയതുപോലെ ഞാൻ കളിച്ചോണ്ടാണോ എന്നൊരു സംശയം കൊണ്ടാണ് ഞാൻ. അതാണ് പിന്നെ എനക്ക് ഞാൻ പറഞ്ഞില്ല, ഗിയറിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആയിപ്പോയി. ഇന്നലെ അങ്ങനെയാണ്. അനീഷിന്റെ പേടി മാറ്റി ഇനി നാളെ വരുമ്പോഴെങ്കിലും കുറച്ചൊരു നല്ല ഇതിൽ വരണേ, ഒരു നല്ല ധൈര്യത്തോടെ ഒരു ആത്മവിശ്വാസം വേണം. രാവിലെ വരുമ്പോ നല്ല ധൈര്യത്തോടെ തന്നെ വരുന്നു. പക്ഷേങ്കില് അനുവിന്റെ അടുത്ത് എത്തുമ്പോ എനക്ക് എന്തെല്ലോ ഒരു വെപ്രാളം പോലെ വരും. ആ വെപ്രാളം മാറ്റി വെക്കാനാ ഞാൻ പറഞ്ഞു കേട്ടോ. എന്നാലേ എല്ലാം നല്ല രീതിയിൽ പഠിക്കാൻ പറ്റൂ. ഡ്രൈവിംഗ് നല്ല രീതിയിൽ പഠിക്കണ്ടേ? ഡ്രൈവിംഗ് നല്ല രീതിയിൽ തന്നെ പഠിക്കണോ? എന്നാലേ എനിക്ക് ഗൾഫിൽ പോകാൻ പറ്റൂ. ഞാൻ ആടെ തൊട്ട് ഇവിടെ തൊട്ടെന്ന് പറഞ്ഞ എന്തിനാ വെപ്രാളോ? എന്താ അറിയില്ല. അത് പഠിപ്പിക്കുമ്പോ ഇങ്ങനെ തട്ടിപ്പോവല്ലേ? പിന്നെ ഞാന് പെൺകുട്ടികളെ പഠിപ്പിക്കുമ്പോ അങ്ങനെ അത്ര ഇതാക്കലില്ല. ഞാന് അനീഷിനെ പഠിപ്പിക്കുമ്പോ കുറച്ച് അധിക സ്വാതന്ത്ര്യം എടുക്കുന്നു. അതില് അനീഷിന് എന്തെങ്കിലും വിഷമമുണ്ടോ? വിഷമമൊന്നുമില്ല. ഇത്ര പേടിക്കേണ്ടത്? പേടിയില്ല. നാളെ ഇനി വരുമ്പോ നല്ല ഇതില് വരണേ. എന്നാലല്ലേ എനക്കൊരു എന്താ പറയണ്ട, അനീഷിനെ പഠിപ്പിക്കാനൊരു സന്തോഷം തോന്നുന്നു.
അനക്ക് പിന്നെ ഗീറിടുമ്പോ ഇത് ഞാൻ ഇന്നലെ പറഞ്ഞില്ല, എന്റെ അടുത്ത് ഇങ്ങനെ പറ്റി എന്റെ കൈ ഏടിയല്ലോ മുട്ടിപ്പോന്നുണ്ട് അനുവിന്റെ മേത്ത്. അത് പ്രശ്നമാവോ എന്നുള്ള പേടിയുണ്ട് എനിക്ക്. ഞാനത് അറിഞ്ഞു. ഇതാണ് അറിയാണ്ട് മുട്ടിയതാണോ? എന്റെ അടുക്കത് അറിയാണ്ട് മുട്ടിയതാണോ എങ്ങനെ? അത് പ്രശ്നമായി പോയോന്നാ എനിക്ക് സംശയം. അതൊരു പ്രശ്നമില്ല. ഞാൻ മുട്ടിയപ്പോ അനീഷിനെന്ന് തോന്നി. തോന്നിയൊന്നും പറയാൻ പറ്റില്ല. ഞാനത് അറിഞ്ഞ് മുട്ടിയതുണ്ടോ, ഞാൻ പിന്നെ അനങ്ങാണ്ടിരുന്നതാ. ഞാൻ അറിഞ്ഞിട്ട് മുട്ടിയൊന്നുമല്ല കേട്ടോ, ആയിപ്പോയതാണ്. അതൊന്നും സാരമില്ല അനീഷേ. അതിലൊന്നും അനീഷ് പേടിക്കണ്ട. അല്ല, ഞാൻ ചോദിക്കുകയും ഇന്ന് നമ്മൾ പോയ റൂട്ട് നമ്മൾ സാധാരണ പോകുന്ന റൂട്ടിലല്ലല്ലോ പോയിന്. ഒരു വാഹനം ആളൊന്നും ഇല്ലാത്ത റൂട്ടിലാണല്ലോ ഇന്ന് പോയത്. അതിനാ എങ്ങോട്ട് പോകാൻ പറഞ്ഞേ? അനീഷിന്റെ അടുക്ക കുറച്ച് സ്വാതന്ത്ര്യം എടുക്കാനും ചൊല്ലിട്ട് അങ്ങനെ പോയതാ. അധികം ആളൊന്നും ഇല്ലാത്ത റൂട്ടല്ലേ നല്ലത് ഓടിക്കുക. അതിലെ ഒരു പെൺകുട്ടികളെല്ലാം പഠിപ്പിക്കുമ്പോ അതിലെ പോക്കുണ്ട്. പെൺകുട്ടികളെ പഠിപ്പിക്കുമ്പോ ഞാൻ അതിലെ പോക്കില്ല. ഞാൻ നേരെ കുറച്ച് ആടും ഇതെല്ലാം റോഡും മേൽ തന്നെയാണ്. അനീഷിനെ പഠിപ്പിക്കുമ്പോ എനിക്ക് അതിലെ പോകാനോ തോന്നി. ഞാൻ വിചാരിച്ച് കുറച്ച് നമുക്കൊരു എന്ന് പറഞ്ഞ സ്വാതന്ത്ര്യത്തോടെ പോകാമല്ലോ. അനീഷിനോട് എനിക്ക് ഞാൻ പറയാ, അനീഷിനെ ഞാൻ നല്ല രീതിയിൽ പഠിപ്പിക്കാം. അനീഷിന്റെ പേടിയും മാറും. എന്തേ അനീഷിന് പേടിയുണ്ടാ അതില് പോകുമ്പോ? പേടിയൊന്നുമില്ല. അല്ല, അനീഷിന്റെ വർത്താനത്തൊന്ന് അല്ല, ഞാൻ ചോദിച്ചാന്ന്, ഞാൻ ഇതുവരെ പോകാത്ത റൂട്ട് കണ്ടോണ്ട് ആളൊന്നുമില്ലാതെ ഒരു സ്ഥലമായതുകൊണ്ട് ചോദിച്ചാണ്. നാളെ ഇനി അതിൽ തന്നെ പോകട്ടോ. അത് അനീഷിന് മാത്രമുള്ള റോഡാ. അത് കുഴപ്പമൊന്നുമില്ല. അങ്ങനെയായിരിക്കണം. അത് പിന്നെ മറ്റേ അങ്ങനെ പേടി ഒന്നും ഇല്ലാണ്ട് അങ്ങനെ ഇങ്ങനെ തന്നെ നിൽക്കണം കേട്ടോ. പിന്നെ എങ്ങനെയുണ്ട് അമ്മക്ക്? എങ്ങനെയുണ്ട്? അമ്മക്ക് സുഖം ഉണ്ട്, കുഴപ്പമൊന്നുമില്ല. അനു ഭക്ഷണം കഴിച്ചാ? ഭക്ഷണം കഴിച്ചു. ഇനിയിപ്പോ അവിടെ ഉറങ്ങുവോ? എനിക്ക് കുറച്ച് സമയം ബുക്കെല്ലാം നോക്കി അങ്ങനെ കുറച്ച് ലേറ്റ് ആവും. പിന്നെ അനീഷിനെ പഠിപ്പിച്ചതു ഇതെല്ലാം ഇങ്ങനെ ആലോചിച്ച് അങ്ങനെ നടക്കും. എന്നാ ഞാൻ രാവിലെ വരാം. എന്നാല് നാളെ വരുമ്പോ നല്ല ഇത് സ്മാർട്ടായിട്ട് വരണേ.